സംസാരശേഷിയും കേൾവിശക്തിയും ഇല്ലാത്ത എൽദോ ഒരു സ്കൂളിൽ പ്യൂണായി ജോലി ചെയ്യുന്നു. അയാളുടെ ഭാര്യയ്ക്കും സംസാരിക്കാനും കേൾക്കാനും കഴിയില്ലായിരുന്നു. ഒരു ദിവസം എൽദോയുടെ മകൾക്ക് ന്യൂമോണിയ ബാധിച്ച് ICUവിൽ പ്രവേശിക്കുകയും 2 ദിവസം ആശുപത്രിയിൽ ഉറക്കമില്ലാത്ത മകളെ നോക്കിയ ശേഷം എൽദോ മെട്രോ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോകുന്നു. ആ സമയത്താണ് സോഷ്യൽ മീഡിയയിൽ അതീവ തൽപരനായ സെമീർ മെട്രോയിൽ കയറുന്നത്. എൽദോ മദ്യപിച്ച് ബോധമില്ലാതെ കിടക്കുകയാണെന്ന് തെറ്റിദ്ധരിച്ച് അയാളുടെ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുന്നു. ഈ പോസ്റ്റ് നിമിഷങ്ങൾക്കുള്ളിൽ വൈറലാകുകയും മാധ്യമങ്ങളിൽ വാർത്തയാവുകയും ചെയ്യുന്നു. അതോടെ എൽദോയുടെ ജോലി നഷ്ടമാവുകയും എവിടെ പോയാലും അവനെ കള്ളുകുടിയൻ എന്ന് വിളിച്ച് കളിയാക്കുകയും ചെയ്യുന്നു. അവന്റെ മകൻ അച്ഛനോട് ദേഷ്യം തോന്നുകയും സംസാരിക്കുകയാകുന്നു. താൻ മദ്യപിച്ചിട്ടില്ലെന്നും ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോവുകയാണെന്നും എൽദോ പറയുന്നുണ്ടെങ്കിലും ആരും വിശ്വസിക്കുന്നില്ല. എന്നാൽ എൽദോയുടെ ഭാര്യ അദ്ദേഹത്തെ വിശ്വസിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. എൽദോയുടെ അവസ്ഥ കണ്ട് തൊട്ടടുത്ത വീട്ടിലെ പെൺകുട്ടി എൽദോക്ക് സംസാരിക്കാനും കേൾക്കാനും കഴിയില്ല എന്ന വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ജനങ്ങൾക്കെല്ലാം സത്യം മനസ്സിലാവുകയും എല്ലാവരും സെമീറിനെതിരെ തിരിയുന്നു. താൻ ചെയ്ത തെറ്റ് കാരണം ഒരു നിഷ്കളങ്കനായ മനുഷ്യന് കഷ്ടപ്പെടുന്ന കണ്ട സെമീർ വളരെയധികം ഖേദിക്കുന്നു. എൽദോയെ കണ്ടെത്തി മാപ്പ് ചോദിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. പക്ഷെ അവന് സാധിക്കുന്നില്ല. സെമീർ പോലീസ് കേസാകുമെന്നും ജയിൽ ശിക്ഷ ലഭിക്കുമെന്നും അറിഞ്ഞപ്പോൾ സെമീർ ഭയപ്പെടുന്നു. സെമീറിന്റെ കല്യാണം കഴിഞ്ഞ ശേഷം അവൻ നാടുവിടാൻ തീരുമാനിക്കുന്നു. ഒടുവിൽ വിമാനത്താവളത്തിൽ വെച്ച് പോലീസ് സെമീറിനെ ചോദ്യം ചെയ്യുന്നു. സിം കാർഡ് അമ്മയുടെ പേരിലായതിനാൽ അമ്മയെ അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ് പറഞ്ഞപ്പോൾ സെമീർ കുറ്റം സമ്മതിക്കുന്നു. സെമീറിന്റെ അവസ്ഥ കണ്ട് എൽദോ സെമീറിന് മാപ്പ് നൽകുന്നു. കോടതി മാപ്പ് കൊടുക്കില്ലാതിരിക്കാം, പക്ഷെ മനുഷ്യർ തമ്മിൽ മാപ്പ് കൊടുക്കാമെന്ന് എൽദോ പറയുന്നു. അങ്ങനെ എൽദോ സെമീറിനോട് ക്ഷമിക്കുന്നു.